ഞാൻ എറണാകുളം ജില്ല കറുകുറ്റി പഞ്ചായത്ത് കറുകുറ്റി വില്ലേജ് 1-ാം വാർഡിൽ അസീസി നഗറിൽ താമസിക്കുന്ന ഫറോക്കാറ്റ് വറീദ് കുര്യൻ മകൻ ടോമി. ഞാൻ സാധാരണ എൻ്റെ കട തുറക്കുന്നത് 4:30 5 മണിയോടുകൂടിയാണ്. 4:30 കട തുറക്കാൻ വന്നപ്പോൾ എൻ്റെ കടയുടെ തല്ലി പൊളിച്ച് അകത്ത് കിടന്ന് മേശവരിപ്പും സാധനങ്ങളൊക്കെ പുറത്തെടുക്കുന്നു. ഏകദേശം 10-12,000 രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. കാശായിട്ട്, റെഡി ക്യാഷായിട്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. എപ്പോഴാണ് ചേട്ടൻ കട തുറന്നത്? ഞാൻ 4:35 രാവിലെ. പോലീസുകാരിൽ പരാതി കൊടുത്തായിരുന്നു? അപ്പൊ തന്നെ ട്രിബ്യൂണലിൽ അറിയിച്ചു. അവര് വന്നു. എന്താ പോലീസിൽ എന്താ പറഞ്ഞേ? അവര് ഞാൻ ഇതേലും പറഞ്ഞപ്പോ അവരോട് 10 മണിക്ക് വന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അതെ. ആരെങ്കിലും സംശയം അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? അങ്ങനെയൊന്നുമില്ല. അതെ, ഇതാണ് പൊളിച്ചത്. താഴെ കാണാനില്ല. താഴെ എടുത്തോണ്ട് മേശവലിപ്പ് ഇത് താഴ്ത്തായിരുന്നു. ഈ 2 മേശവലിപ്പും തുറന്ന് ഈ മൊത്തം കാലിയാക്കി പറക്കി കൊണ്ടുപോയി. ഇതിനാണ് കാശ് വെച്ചിരുന്നത്. സ്റ്റോക്ക് വാങ്ങിക്കാൻ വേണ്ടി കാശ് വെച്ചതാണ് ചേട്ടൻ? അതെ. ക്യാമറ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു? ചെക്ക് ചെയ്തില്ല. അത് വർക്ക് ചെയ്യണമെന്ന് അറിയായിരുന്നു. കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് കൊണ്ടുവന്ന് വെച്ച് ഇന്നലെ ഈ മിഞ്ഞാന്ന് 2-3 ദിവസം മുമ്പ് റിപ്പയർ ചെയ്യാൻ വന്നപ്പോ അവിടെ ചോദിച്ചു ഓക്കെ അല്ലേന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. പക്ഷെ വർക്കല്ല. അതല്ല ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ പിന്നെ വർക്കായിട്ടില്ല. ഒരു പക്ഷേ എല്ലാം പിടിക്കാമായിരുന്നു. ഇത്ര ഫ്രണ്ടിലോണാണ് കടയാണ്. കട ഇരിക്കുന്നത് നമ്മുടെ അസീസി കപ്പയുടെ നേരെയാണ്. അതിന്റെ അടുത്തായിട്ടാണ്. ഇതാണ് ഈ കാണുന്നതാണ് ഷോപ്പ്. ഇന്ന് കാലത്ത് മോഷണം പോയി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പഞ്ചായത്തിന്റെ CCTV, വർക്ക് ചെയ്യാത്ത CCTV, കറുകുറ്റി ഗ്രാമപഞ്ചായത്തിന്റെ. ഇതുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കള്ളനെ പിടിക്കാമായിരുന്നു. നമ്മുടെ കറുകുറ്റി പരിസരങ്ങളിൽ ഏകദേശം ഈ ഒരാഴ്ചയ്ക്ക് അടുത്ത് 3 സ്ഥലങ്ങളിലാണ് കള്ളൻ കയറിയത്. കറുകുറ്റി റിലയൻസ് പമ്പിന്റെ അടുത്തുള്ള ഒരു കടയിൽ കള്ളൻ കയറി മോഷണം നടത്തി. അതുപോലെ തന്നെ കറുകുറ്റി പാറപ്പുറം മുക്കുന്നൂർ പോകുന്ന വഴിയിൽ പാറപ്പുറത്ത് ഒരു കടയിൽ കയറി സിൽവർ ചിക്കൻ സെന്ററിൽ കയറി മോഷണം നടത്തി. ഇത് 3-ാമത്തെ മോഷണമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് അസീസി സ്റ്റോഴ്സിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായത്. അപ്പോൾ അധികാരികൾ കണ്ണു തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കറുകുറ്റിയിലെ കള്ളന്മാരുടെ എണ്ണം പെരുകയാണ്. ഈ സാധാരണക്കാരായ നിരപരാധികളായ കച്ചവടക്കാരുടെ കാശാണ് ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധർ കൊണ്ടുപോകുന്നത്. അധികാരികളും പഞ്ചായത്തും എത്രയും പെട്ടെന്ന് ഒരു നടപടിയെടുത്ത് ക്യാമറ ശരിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.